പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം നമ്മുടെ കൗമാരപ്രായക്കാരിൽ കൂടുതൽ കാണുന്ന ഒരു ഹോർമോൺ വ്യതിയാനമാണ്. അവിടെ പീരീഡ് റെഗുലാരിറ്റി ഉണ്ടാവും. ആ കുട്ടി വിഭിന്നമായിരിക്കും. അമിതമായിട്ടുള്ള രോമവളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പീരീഡ് റെഗുലാരിറ്റി ഉണ്ടാവും, തൂക്കം ഉണ്ടാവും. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യണം. മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഒരു ജീവിതശൈലി രോഗം പോലെയാണ്. അവിടെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കഴിക്കുന്ന ഭക്ഷണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ഇതിന് രോമവളർച്ചയ്ക്ക് അവർ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും, അല്ലെങ്കിൽ പീരീഡ് റെഗുലാരിറ്റിക്ക് ഗുളിക കൊടുത്ത് കറക്റ്റ് ചെയ്യാവുന്നൊരു ധാരണയാണ് മാതാപിതാക്കൾക്കുള്ളത്. കാര്യം കുട്ടി പഠിക്കുന്ന സമയമാണ്, വ്യായാമത്തിനധികം സമയം കളയരുന്നൊരു ചിന്തയാണ്. അങ്ങനെയല്ല, ആ കുട്ടിക്ക് പിന്നീട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു ജീവിതശൈലി രോഗമാണ്. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വരാം. ഇപ്പം ഈ അണ്ടോൽപാദനം പ്രോപ്പർലി നടക്കാത്തതുകൊണ്ട്, പ്രൊഗസ്റ്ററോൺ ഇൻഫ്ലുവൻസ് യൂട്രസ് ലൈനിങ് വരാത്തതുകൊണ്ട് അവിടെ ദശകളുണ്ടാകാനും പിന്നീട് മാരകമായ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചർമാർ മുതൽ ഐഡൻറ്റിഫൈ ചെയ്ത് മാതാപിതാക്കളെക്കുറിച്ച് അതിനെപ്പറ്റി ബോധവതികളാക്കണം. PCOS അവയർനെസ് നമ്മുടെ സ്കൂളുകളിലൊക്കെ നടത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു വളരെ വ്യക്തമായിട്ടൊരു ധാരണ കുട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് പുവർ ബോഡി ഇമേജ് ഉണ്ടാകുകയും പെട്ടെന്ന് കുട്ടിക്ക് മറ്റുള്ള സഹപാഠികളുമായിട്ട് ഷണ്ട കൂടാനും, കുടുംബബന്ധത്തിൽ വരുമ്പോഴും ഭർത്താവുമായിട്ട് ഷണ്ട കൂടാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടാനും അവർ പെട്ടെന്ന് ഇറിറ്റബിളാവും. അവരുടെ ഈ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണത്. അപ്പം അങ്ങനെ അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ ആരോഗ്യ പ്രശ്നത്തിലും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, എൻഡോമെട്രിയൽ ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഇതേപ്പറ്റി വ്യക്തമായിട്ടൊരു അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ മാതാപിതാക്കളും ടീച്ചർമാരും ശ്രദ്ധിക്കണം. ടീച്ചർമാർക്ക് വലിയൊരു പങ്കുണ്ട്. അതായത് ഇങ്ങനൊരു കൗമാരപ്രായത്തിലുള്ളൊരു കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് കണ്ടാൽ ടീച്ചർമാർ മുതൽ ഇത് തുടങ്ങി അധ്യാപകരെ മനസ്സിലാക്കി അതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരുടെ വിവാഹബന്ധത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടും ഈ പെട്ടെന്ന് ഷണ്ട കൂടുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കുടുംബബന്ധത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.